ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു വെജിറ്റബിൾ പിസ്സയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനകത്ത് മൊസറല്ല ചീസോ അതുപോലെ തന്നെ ഈസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ഓവനിൽ വെച്ചിട്ടും അല്ല ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മിക്കവരുടെ കയ്യിലും പിസ്സ സോസ് ഇല്ല എന്നൊക്കെ മുന്നത്തെ ഒരു റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി, റെഡ് സോസിൻ്റെ റെസിപ്പി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പിസ്സ ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് മാത്രം അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ, ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ജസ്റ്റ് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നങ്ങ് മിക്സായിട്ട് വെള്ളത്തിൻ്റെ അളവ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുവാന്ന് തോന്നുവാണെങ്കിൽ ഒരിത്തിരി എണ്ണ തടവി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് എണ്ണ തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തുണി വെച്ചിട്ട്, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്യുക. അതല്ലെങ്കിൽ ജസ്റ്റ് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടേക്കുള്ള വൈറ്റ് സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് മൊസറല്ല ചീസ് ഉപയോഗിക്കുന്നില്ല, അതിന് പകരമാണ് വൈറ്റ് സോസ്. അപ്പോൾ ജസ്റ്റ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാൾട്ടഡോ അൺസാൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, അതായത് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് മൈദ ചേർക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 പിഞ്ച് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചേർക്കുക. കാരണം ഉപ്പും ആ ഒരു മധുരമൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ആകുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയുക. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. കാരണം നമ്മൾ നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു സവാള നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചേർക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാമ്പും സവാളയും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവർ ഇതിനകത്തോട്ടേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വൈറ്റ് സോസിന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതിന് വളരെ നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ പാസ്തയിടക്കൊക്കെ വൈറ്റ് സോസ് ഒഴിച്ചിട്ട് കിട്ടാറില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ക്രീമി ആയിട്ട് കിട്ടുവാണ് വേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. കണ്ടില്ലേ, നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ സവാളയും ആ ഒരു 2 ഗ്രാമ്പു ചേർത്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അത് 2 നമുക്ക് ഇതിനകത്തു നിന്നൊന്ന് മാറ്റിയിട്ട് ഇതൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പിസ്സക്ക് ആവശ്യമായിട്ടുള്ള റെഡ് സോസ്, അതുപോലെ പിസ്സ സോസാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ
ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ സവാളയാണ്, ചെറിയ കനം കുറഞ്ഞിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 ചെറിയ പീസ് ഇഞ്ചി ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഒരല്ലി വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരിത്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഒത്തിരി സമയം ഇത് സവാള വഴറ്റേണ്ട ആവശ്യമോ അതോ ഇഞ്ചി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല കുഴഞ്ഞ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ചെറിയ ചെറിയ പീസസ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടുള്ള എണ്ണയിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് നമ്മുടെ പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് രസം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു നല്ല കളറിൽ കണ്ടില്ലേ, നല്ലൊരു റെഡിഷ് കളറിലോട്ടേക്ക് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും കൂടിയൊക്കെയുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒറിഗാനോ ഉണ്ടെങ്കിൽ, നമ്മൾ പിസയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഒറിഗാനോ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതല്ലെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതൊരു ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട് ആ പിസ്സ സോസിൻ്റെ ശരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് സ്പൈസസ് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയോ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പിസ്സക്ക് ആവശ്യമായിട്ടുള്ള റെഡ് സോസും അതുപോലെ തന്നെ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലോട്ടേക്ക് ഒരിത്തിരി മൈദ ഒന്ന് വെതറി കൊടുത്തിട്ട് നമ്മളിതൊന്ന് പരത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കയ്യിലൊരിത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ജസ്റ്റ് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക. ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ മൈദ ഒന്ന് വെതറി കൊടുത്തിട്ട് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒത്തിരി വണ്ണത്തിൽ പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നല്ല കനം കുറഞ്ഞിട്ട് എല്ലാ സൈഡും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താഴ്ന്ന് അങ്ങനെ ഒരിക്കലും ചെയ്തെടുക്കരുത്. എല്ലാ സൈഡും നല്ല ലെവൽ ചെയ്തിട്ട് നല്ല നേരിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി സ്റ്റീലിൻ്റെ പ്ലേറ്റിന് പകരം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബേക്കിംഗ് ട്രേ ആണുള്ളതെങ്കിൽ ബേക്കിംഗ് ട്രേ ഉപയോഗിക്കുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതിന് കറക്റ്റായിട്ട് വെക്കാൻ കഴിയുന്നൊരു ബൗൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതായത് മൈദയാണ് നമ്മൾ പരത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ലെവലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പാത്രത്തിന് കണക്കായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കണ്ടില്ലേ, സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഒരിത്തിരി എണ്ണ ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ആ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. അതായത് സൈഡ് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിരിക്കുമ്പോഴാണ് പിസ്സ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കാണാനാണെങ്കിലും നല്ല ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക.
അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ. ഞാനിപ്പോൾ 1-2 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ബ്രെഡിനകത്തൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള മിനി പിസ്സയൊക്കെ തയ്യാറാക്കി കേട്ടോ. കാരണം ഇങ്ങനെയുള്ള നമ്മൾ സോസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ബാക്കി വരുന്ന സോസ് ഫ്രിഡ്ജിനകത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ബ്രെഡിനകത്തൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് ചെറിയ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ക്യാബേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ചിട്ടൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഞാനൊരു ഇത്തിരി ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷണലാണ്, കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ അത് ആ കയ്യിലെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഫ്ലേക്സ് ആയിട്ട് തന്നെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ ജസ്റ്റ് വൈറ്റ് സോസ് കണ്ടില്ലേ, ഇതുപോലെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. കാണുമ്പോൾ നമ്മളെ മൊസറല്ല ചീസിൻ്റെ ഒക്കെ ഒരു എഫക്റ്റും ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ ഉപ്പ് വെതറി കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. ഇനി നിങ്ങൾ ഓവനകത്താണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ വെള്ളം വീണിട്ട് നമ്മുടെ പിസ്സ ചീത്തയായി പോവില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റും, സാധാരണ ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. കറക്റ്റ് 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ തുണിയോ ഇതുപോലെ അലുമിനിയം ഫോയിലോ കവർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് കുക്കായിട്ടുള്ളതെന്നുള്ളത്, ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ടാകും. അതുപോലെ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ പിറക് വശം ഒന്ന് തിരിച്ചിട്ട് നോക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ടേക്ക് മാറിയിട്ടുണ്ടാകും. സൈഡ് പോർഷൻ ആണെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറിലോട്ടേക്ക് നമുക്ക് തൊടുമ്പം തന്നെ ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് തൊടുമ്പം തന്നെ മനസ്സിലാകും. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി അങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കരുത് കേട്ടോ. പിസ്സ കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക, അപ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാകുക. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ അത്ര സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പിറക് വശമൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട്, സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പിസ്സ പോലെ തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. ഈ പിസ്സയുടെ സോസൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവുന്നൊരു ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ആ ചീസ് ഉപയോഗിക്കാതെ ഈസ്റ്റ് ഉപയോഗിക്കാതെ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് പിസ്സ സോസും വൈറ്റ് സോസും ഒക്കെ റെസിപ്പി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷസ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.